ഹലോ അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ അവസാനം വരെ കണ്ടോക്കിയും. അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതൊരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ കഞ്ഞി പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ, തിളപ്പിച്ചിട്ടൊക്കെ. അപ്പോൾ ഇത് അടിപൊളി ഒരു റെസിപ്പിയാണ്. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലോണം ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോക്കി. അപ്പോൾ അതാ ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് സമയം നമ്മളൊന്ന് വെറുതെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് വേവാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് പറ്റും. 10 മിനിറ്റിന് ശേഷം ഞാനിതാ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 വിസിലടിക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് സമയം, 2 വിസിലടിക്കുന്ന സമയം മാത്രം മതി. നമുക്ക് നന്നായിട്ട് തന്നെ ഇത് വെന്ത് റെഡിയായി കിട്ടും. അപ്പോൾ ചപ്പാത്തി അതുപോലെ തന്നെ നമ്മൾ റാഗിയൊക്കെ ജ്യൂസാക്കിയിട്ടൊക്കെ കുടിച്ചിട്ടൊക്കെ മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ലൊരു ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്കിതൊരു ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അപ്പം ഇനി ഇതാ ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അത് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് മുഴുവനും പാല് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് റാഗിപ്പൊടിയാണ് കേട്ടോ. വെറും റാഗിപ്പൊടി അല്ല കേട്ടോ, ഞാനിത് മുളപ്പിച്ചിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള നല്ല അടിപൊളി ബെനിഫിറ്റുള്ള ഒരു റാഗിപ്പൊടിയാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കണം. ഗ്യാസ് ഓൺ ചെയ്യുന്നതിൻ്റെ മുൻപ് വേണം കേട്ടോ നമ്മൾ മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം മിക്സാക്കിയതിന് ശേഷം മതി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. അങ്ങനെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റാഗി കൂട്ട് റെഡിയായി കിട്ടും. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമുക്ക് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നമുക്ക് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടും ഇത് കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ രാത്രിക്ക് നമുക്ക് ഡിന്നറിന് പകരമായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇതാ നല്ലോണം തിളച്ച് കുറുകിയ സമയത്ത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിൻ്റെ മുൻപ് ചേർത്ത് കൊടുക്കുന്നത് കട്ട പിടിക്കണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നല്ലോണം വെന്ത് റെഡി ആയിട്ടുള്ള ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊന്നും ഇതിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ. ഇത് മധുരമല്ലാതെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നീ വേണമെന്നുള്ളവർക്ക് മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഗ്യാസ് ഓഫാക്കണം കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി എടുക്കാം. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികൾക്കും നമുക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഒരു 6-7 നമുക്ക് ബദാം എടുക്കാം. അതുപോലെ തന്നെ വലിയ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർക്കണം എന്താ പറഞ്ഞാൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ അരച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും എല്ലാം കൂടി മിക്സിയിൽ അടിച്ചിട്ട് കുടിക്കാം കേട്ടോ. അതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെയാണ്. ഇങ്ങനെ അടിക്കാതെ ഇങ്ങനെ നുറുക്ക് ഗോതമ്പ് വേവിച്ചതും ഇതെല്ലാം കൂടി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എന്താണോ നമുക്ക് ഇഷ്ടം എന്നുള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഫ്രൂട്ട്സോ നട്ട്സോ എന്താണ് നമുക്ക് ഇഷ്ടം എന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഴവും ആപ്പിളും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുടിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടത് നമുക്ക് ചേർത്തിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഞാൻ കറുത്ത മുന്തിരി ഇല്ല, അതാണ് കേട്ടോ. അപ്പോൾ അനാറുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതുപോലെ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. എനിക്കിഷ്ടമാണ് മുന്തിരി, അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. മുന്തിരി ഇഷ്ടമല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ
സ്മൂത്തി ഒന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിൽ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരയോ അതല്ലെന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കൊടുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ റാഗിയും അതുപോലെ തന്നെ ഗോതമ്പും എല്ലാം കൂടി വേവിച്ചത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ ഉണ്ട്, നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൽ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഇതിലേക്ക് നമ്മുടെ നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുടിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ വൈകുന്നേരമോ രാത്രിക്കൊക്കെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നുറുക്ക് ഗോതമ്പും ഈ റാഗിയും കൂടി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി മുകളിൽ ഞാൻ ആ മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചേർക്കേണ്ട സംഭവങ്ങളൊക്കെ ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒരു ചെറുതായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ മധുരം വേണ്ടവർക്ക് മധുരം ചേർത്തിട്ട് കഴിക്കുക. ഒന്ന് മധുരം ചേർത്തില്ല എന്നല്ല വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് തേൻ ഒഴിച്ചിട്ടും കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ മധുരം പഞ്ചസാരയൊന്നും ചേർക്കണ്ട, തേൻ ഒഴിച്ച് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ സ്വല്പം ഈത്തപ്പഴം ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എല്ലാം തന്നെ ഓരോരുത്തരുടെ പഴവും ഈത്തപ്പഴം കൂടി അടിച്ച് ചേർത്തിട്ടും കുടിക്കാം. അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത്. അതുപോലെ തന്നെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്. താങ്ക് യു.